വചനത്തിൻ അഭിഷേകം മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. നിൻ വചനം ധ്യാനിക്കുമ്പോ ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 94-ാം സങ്കീർത്തനം 11-ാം തിരുവാക്യം. കർത്താവ് മനുഷ്യരുടെ വിചാരങ്ങൾ അറിയുന്നു. സങ്കീർത്തകൻ നമ്മോട് പങ്കുവെക്കുകയാണ്, കർത്താവ് മനുഷ്യരുടെ വിചാരങ്ങൾ അറിയുന്നു. പ്രിയ സഹോദര സഹോദരി, ഇത് അനുഗ്രഹത്തിന്റെ സമയമാണ്. കർത്താവ് നമ്മെ സന്ദർശിക്കുന്ന നിമിഷം. ഇന്ന് പ്രത്യേകമായി നമ്മൾ നിയോഗമായി പ്രാർത്ഥിക്കുന്നത്, ദൈവഹിതത്തിന് വിരുദ്ധമായ ബന്ധങ്ങളിൽ കഴിയുന്നവർക്ക്, വഴിവിട്ട ബന്ധങ്ങളിൽ ജീവിക്കുന്ന സകല മനുഷ്യരും കർത്താവിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് ആ ബന്ധങ്ങളെ വിട്ടുകളഞ്ഞ് കർത്താവിന്റെ സ്നേഹത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. ആയിരിക്കുന്നിടത്ത് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. പരിശുദ്ധാത്മാവ് 10,000ങ്ങളിലേക്ക് മഹത്വത്തോടെ ഇറങ്ങി വരുന്ന സമയം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ സാന്നിധ്യത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. വഴിവിട്ട ബന്ധങ്ങളുടെ സകല കെട്ടുകളെയും കർത്താവെ അഴിക്കണമേ. പൈശാചികാധിപത്യങ്ങള്, നാരകീയ സ്വാധീനങ്ങള്, തിന്മയുടെ അടിസ്ഥാനങ്ങള് തകർക്കണമേ. പരിശുദ്ധാത്മാവേ വരണമേ. ആയിരങ്ങളിൽ നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ച് ആത്മാവിൽ നിറഞ്ഞ് നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ്. ഇത് ദൈവകൃപയുടെ സമയമാണ്. നമ്മുടെ ബലഹീനതകളിലേക്ക് കർത്താവിന്റെ കൃപ കടന്നു വരുവാൻ, നമ്മുടെ കുറവുകളെല്ലാം നിറവുകളായി മാറുവാൻ, നമ്മുടെ ജീവിതം ആത്മനിറവിന്റെ ജീവിതമായി തീരുവാൻ നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കരമടിച്ച് എല്ലാവരും നമ്മളായിരിക്കുന്നിടത്ത് കർത്താവിനെ ഹൃദയം തുറന്ന് മഹത്വപ്പെടുത്തുകയാണ്. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. കർത്താവിന്റെ കരം പിടിച്ച് എല്ലാവരും ഒരുമിച്ച് പാടിക്കേ. നടത്തിയിടുന്നു കൃപയാലേ, കൃപയാലേ, കൃപയാൽ അനുദിനവും. കൃപയാലേ, കൃപയാലേ, കൃപയാൽ അനുദിനവും. കർത്താവേ, കൃപ വർഷിക്കണമേ. ദൈവ കൃപയാൽ നിറയപ്പെടുവാൻ, കൃപയുടെ ജീവിതമായി നമ്മളെല്ലാം രൂപപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പാടുന്നു. കൃപയാലേ, കൃപയാൽ അനുദിനവും. എന്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. ഹല്ലേലൂയ. കർത്താവേ, പകരണമേ, പകരണമേ. ആയിരങ്ങളിലേക്ക് അവിടുത്തെ കൃപയെ പകരണമേ. അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിയിടുന്നു. കർത്താവിന്റെ സ്നേഹം അനുഭവിച്ച് അവിടുത്തെ പരിപാലിനെ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് പാടുന്നു. കൃപയാലേ, കൃപയാലേ, കൃപയാൽ അനുദിനവും. കൃപയാലേ, കൃപയാലേ, കൃപയാൽ അനുദിനവും. ഓ പൊന്നു കർത്താവേ, ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. കൃപയാൽ, കൃപയാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. കൃപയാലേ, കൃപയാലേ, കൃപ
കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാൽ അനുദിനവും കൃപയാൽ നമ്മുടെ വ്യക്തി ജീവിതത്തിന്റെ മേൽ കൃപയാൽ അനുദിനവും നമ്മുടെ സകല കുടുംബങ്ങളുടെ മേൽ കൃപയാൽ അനുദിനവും നമ്മുടെ എല്ലാ ആവശ്യങ്ങളുടെ മേൽ കൃപയാൽ അനുദിനവും കൃപയാൽ അനുദിനവും ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മളെ അനുഗ്രഹിക്കുന്ന, നമ്മെ സുഖപ്പെടുത്തുന്ന, തന്റെ കൃപയാൽ നമ്മളെ ശക്തിപ്പെടുത്തുന്ന കർത്താവിൽ നാമം വിളിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതങ്ങളുടെ ദൈവമേ, കൃപകൾ വർഷിക്കണമേ. ഈ സ്തുതി ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന 10,000 മേൽ കൃപ വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കരമുയർത്തി അങ്ങനെ ജനത്തെ ആശീർവദിക്കണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. വചനമയച്ച് രോഗികളെ വിടുവിക്കണമേ. അവർ അനുഭവിക്കുന്ന ദുരിതങ്ങളിൽ നിന്ന്, സകല വിനാശങ്ങളിൽ നിന്ന് അവർക്ക് വിമോചനം നൽകണമേ. സമ്പൂർണമായി സൗഖ്യത്താൽ നിന്റെ ജനം നിറയട്ടെ. Lord, heal right now, Jesus. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, പ്രവർത്തിക്കണമേ. സാത്താന്യ ഭോരികള്, അന്ധകാര മണ്ഡലങ്ങള് യേശുവിന്റെ നാമത്തിൽ ചിഹ്നഭിന്നമായി പോകട്ടെ. തലമുറകള്, കുടുംബങ്ങള്, കൂട്ടായ്മകള് അനുഗ്രഹിക്കപ്പെടട്ടെ. Lord, bless, Lord. അനുഗ്രഹത്തിന്റെ അഭിഷേകം പെരുമഴ പോലെ ദൈവജനത്തിന്റെ മേൽ പെയ്തിറങ്ങട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ അന്ധകാരാധിപത്യങ്ങളിൽ നിന്ന് കർത്താവേ, അങ്ങയുടെ ജനത്തെ സ്വതന്ത്രമാക്കണമേ. അങ്ങയുടെ നന്മയിൽ പങ്കുപറ്റുവാൻ, അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കുവാൻ, അങ്ങയുടെ വചനത്തിൽ വളരുവാൻ, അങ്ങയുടെ സ്നേഹത്തിൽ ആഴപ്പെടുവാൻ ഞങ്ങൾ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ അമ്മേ, സഭയുടെ അമ്മേ, ഞങ്ങളെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ വിശുദ്ധീകരിക്കുന്ന കർത്താവിന്റെ വചനത്തിന്റെ മുൻപിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഈ തപസ് കാലത്ത് കർത്താവ് തന്റെ വചനത്തിലൂടെ നമ്മെ നയിക്കുകയാണ്. കഴിഞ്ഞ 3-4 ആഴ്ചകളിലായി അനുഗ്രഹത്തിനുള്ള തടസ്സങ്ങളെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. നമ്മുടെ ജീവിതങ്ങളെല്ലാം ദൈവാനുഗ്രഹത്തിന്റെ ജീവിതങ്ങളായി മാറുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. എന്നാൽ പലപ്പോഴും ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ തടസ്സമായി നിൽക്കുന്ന പല പാപത്തിന്റെ അടിമത്തങ്ങൾ നമ്മുടെ എല്ലാം ജീവിതങ്ങളിലുണ്ട്. ആ തലങ്ങളിൽ നമ്മൾ യഥാർത്ഥത്തിൽ വിശുദ്ധീകരിക്കപ്പെട്ടാൽ മാത്രമാണ് നമ്മുടെ ജീവിതങ്ങൾ കൃപയുടെ ജീവിതങ്ങളായി മാറ്റപ്പെടുകയുള്ളൂ. ഇന്നത്തെ വചന ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുകയാണ് അനുഗ്രഹത്തിനുള്ള തടസ്സങ്ങളിലെ 5ാമത്തെ തലത്തെക്കുറിച്ച്. വഴിവിട്ട ബന്ധങ്ങൾ. വഴിവിട്ട ബന്ധങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക്, തലമുറകളിലേക്ക് ഒഴുകപ്പെടുന്ന അനുഗ്രഹത്തെ തടയുന്നത് ദൈവഹിതത്തിന് വിരുദ്ധമായ ചില ബന്ധങ്ങളാണ്. വഴിവിട്ട ബന്ധങ്ങൾ. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനി സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയണം. ദൈവത്തെ അറിയാത്ത വിജാതീയരെ പോലെ കാമവികാരങ്ങൾക്ക് നിങ്ങൾ വിധേയരാകരുത്. ഈ വിഷയത്തിൽ നിങ്ങൾ വഴിപിഴയ്ക്കുകയോ സഹോദരനെ വഞ്ചിക്കുകയോ അരുത്. ഈ വചനത്തിലൂടെ കർത്താവിന്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? വളരെ പ്രാധാന്യതയുള്ള ഒരു തിരുവാക്യമാണിത്. നമ്മുടെ വിശുദ്ധീകരണമാണ് യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ദാനമായി തന്ന നമ്മുടെ ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും നമ്മൾ കാത്തു സൂക്ഷിക്കണം.
ദൈവത്തെ അറിയാത്ത വിജാതീയരെ പോലെ കാമവികാരങ്ങൾക്ക് നമ്മൾ വിധേയരാകരുത്. ഈ വിഷയത്തിൽ നമ്മുടെ സഹോദരി സഹോദരങ്ങളെ നമ്മൾ വഞ്ചിക്കരുത്. ശക്തമായ മുന്നറിയിപ്പാണ് ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ദൈവജനത്തിന് നൽകുന്നത്. ഇന്ന് അനേകരുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹം കടന്നു വരാത്തതിന്റെ ഒരു അടിസ്ഥാന കാരണം വഴിവിട്ട ബന്ധങ്ങളാണ്. വിവാഹത്തിന് മുൻപും വിവാഹത്തിന് ശേഷവും ദൈവഹിതത്തിന് വിരുദ്ധമായ ചില ബന്ധങ്ങളിൽ ഇന്ന് അനേകം വ്യക്തികളെ പിശാച് ബന്ധിച്ചിട്ടിരിക്കുകയാണ്. പ്രവാചകനായ ജെറമിയായുടെ പുസ്തകം 32-ാം അധ്യായം 19-ാമത്തെ തിരുവാക്യം എന്നെ സ്വാധീനിച്ചൊരു വചനമാണിത്. കർത്താവിന്റെ ദൃഷ്ടികൾ മനുഷ്യന്റെ വഴികളിൽ പതിഞ്ഞിരിക്കുന്നു. കർത്താവിന്റെ കണ്ണുകള് നമ്മുടെ വഴികളിലുണ്ട്. നമുക്ക് ഒളിച്ചുകളികളൊന്നും നടത്താൻ പറ്റത്തില്ല. കർത്താവിനെ കബളിപ്പിക്കാൻ നമുക്ക് ആർക്കും സാധ്യമല്ല. നമ്മുടെ മേൽ കർത്താവിന്റെ കണ്ണുകളുണ്ട്. നമ്മുടെ ബന്ധങ്ങളെ കർത്താവ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. മനുഷ്യന്റെ മാർഗങ്ങളിൽ അവിടുത്തെ കണ്ണുകൾ പതിഞ്ഞിരിക്കുന്നു. പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ഓരോ ചെയ്തിയും നമ്മുടെ ഓരോ വാക്കും നമ്മുടെ ഓരോ വിചാരവും അറിയുന്ന ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. നമ്മുടെ ഓരോ ചുവടും കർത്താവ് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക. ആരെ കളിപ്പിച്ചാലും കർത്താവിനെ കബളിപ്പിക്കാൻ സാധ്യമല്ല. നമുക്ക് ആരെ വേണമെങ്കിൽ ഹൈഡ് ചെയ്യാം. ഒരു ഭർത്താവ് എന്ന നിലയിൽ ഭാര്യയെ പലതും മറച്ചു വെക്കാം. ഒരു ഭാര്യ എന്ന നിലയിൽ ഭർത്താവ് അറിയാത്ത പലതും എന്റെ ജീവിതത്തിൽ ഒളിച്ചു വെക്കാം. മാതാപിതാക്കളെ കബളിപ്പിക്കുന്ന എത്രയോ മക്കൾ ഈ കാലഘട്ടത്തിലുണ്ട്. മക്കളെ വഞ്ചിക്കുന്ന എത്രയോ മാതാപിതാക്കൾ ഈ നാളുകളിലുണ്ട്. എന്നാൽ ദൈവത്തിന്റെ തിരുവെഴുത്ത് പറയാണ്, ആരെ ഹൈഡ് ചെയ്താലും നമുക്കാർക്കും കർത്താവിനെ മറച്ചു വെക്കാൻ സാധ്യമല്ല. ഈ ഒരു ചിന്തയാണ് നമ്മളെ വ്യത്യസ്തരാക്കി മാറ്റുന്നത്. കർത്താവിന്റെ കണ്ണുകൾ നമ്മുടെ വഴികളിൽ പതിഞ്ഞിരിക്കുന്നു. ഹോസിയ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 10-ാമത്തെ തിരുവാക്യം. കർത്താവ് തന്റെ വേദന നമ്മോട് പങ്കുവെക്കുകയാണ്. ഇന്ന് അനേകം വ്യക്തികള് ലോകത്തിന്റെ സുഖങ്ങൾ അനുഭവിക്കുവാൻ വേണ്ടി, ഈ ശരീരത്തിന്റെ നൈമിഷികമായ ഭോഗേച്ഛകൾ ആസ്വദിക്കാൻ വേണ്ടി തങ്ങൾക്ക് ജീവിതം നൽകിയ, തങ്ങൾ വീണ്ടെടുത്ത് രക്ഷിച്ചവനായ കർത്താവിനെ വിട്ടുകളയുകയാണ്. ദൈവവചനത്തെ നെഗ്ലക്ട് ചെയ്തുകൊണ്ട് ഈ ലോകത്തിലെ വെറിക്കൂത്തുകൾ അനുഭവിക്കുവാൻ കാലുവെന്ത നായയെ പോലെ ആധുനിക മനുഷ്യൻ ഇന്ന് പരക്കം പായുകയാ. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിലൂടെ കർത്താവ് തന്റെ വേദന നമ്മൾ അറിയിക്കുകയാണ്. വ്യഭിചാരത്തിൽ മുഴുകുവാനായി അവർ കർത്താവിനെ പരിത്യജിച്ചു. വ്യഭിചാരത്തിൽ മുഴുകുവാനായി അവർ കർത്താവിനെ വിട്ടുകളഞ്ഞു. നൈമിഷികമായ ഭോഗേച്ഛകൾക്ക് വേണ്ടി ദൈവവചനത്തെ ചവിട്ടിക്കളയുന്ന അനേകം ആത്മാക്കള്. കുറച്ച് നാളുകൾക്ക് മുൻപ് ബിടെക് പഠിക്കുന്ന തന്റെ മകളുമായി ഒരു അമ്മ കാണുവാനായിട്ട് വന്നു. തന്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ്. ആ പെൺകുട്ടി ഇപ്രകാരം പങ്കുവെച്ചു. ഒരുപാട് വഴിവിട്ട ബന്ധങ്ങളിലാണ് അവൾ ജീവിക്കുന്നത്. കേരളത്തിന് വെളിയിലാണ് അവൾ ബിടെക്കിന് പഠിക്കുന്നത്. പല പുരുഷന്മാരുമായിട്ടുള്ള അവിഹിത ബന്ധങ്ങൾ. ഈ ബന്ധങ്ങളെല്ലാം വർദ്ധിച്ചു വന്നപ്പോൾ അവൾക്ക് പ്രാർത്ഥനയില്ല, കുദാശകളില്ല, ദൈവവചന ധ്യാനമില്ല. അവൾ പരിശുദ്ധമായ ദൈവാലയത്തിൽ പോകാറില്ല, അവൾ പ്രാർത്ഥിക്കാറില്ല. വളരെ അന്ധകാരത്തിന്റെ പിടിയിൽ ആ പെൺകുട്ടി ജീവിതം നാശത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്റെ മകളുടെ അവസ്ഥ കണ്ട് ഹൃദയം തകർന്ന് ഈ അമ്മ പൊട്ടി പൊട്ടി കരയുകയാണ്. ഈ അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പെൺകുട്ടി അമ്മയെ നോക്കിക്കൊണ്ട് പറയാ, എന്തിനാ തള്ള എന്നെ നോക്കി കരയുന്നത്? ആ കരഞ്ഞോ. കണ്ണീര് വറ്റുമ്പോൾ തന്നെ കരച്ചില് നിൽക്കും. മനസാക്ഷി കത്തിക്കരിഞ്ഞു പോയൊരു പെൺകുട്ടി. കാരണം എന്താ? ഈ ലോകത്തിന്റെ ദേവനായ പിശാച് അവളുടെ മനസ്സിനെ അന്ധമാക്കി.
അമ്മയുടെ കണ്ണുനീര്, അമ്മയുടെ വേദന മനസ്സിലാക്കാൻ കഴിയാത്ത വിധം അവൾ അന്ധയായിട്ട് മാറി. ദൈവവചനത്തിന്റെ മുന്നറിയിപ്പുകളെ സ്വീകരിക്കാൻ കഴിയാത്ത വിധം അവൾ അന്ധയായിട്ട് മാറി. വഴിവിട്ട ബന്ധങ്ങളിൽ പിശാച് അവളെ ബന്ധിച്ചിട്ടിരിക്കുക. ഞാൻ അവളോട് ചോദിച്ചു, നീ എന്താ പ്രാർത്ഥിക്കാത്തത്? നീ എന്താ ദൈവത്തിന്റെ വചനം ധ്യാനിക്കാത്തത്? ഇത്തരത്തിലുള്ള വഴിവിട്ട ബന്ധങ്ങളിൽ നീ എന്തിനാ ജീവിക്കുന്നത്? നിന്റെ നിത്യത വലിയ അപകടത്തിലാണ്. ഞാൻ വളരെ സ്നേഹത്തോടെ ആ പെൺകുട്ടിയോട് പങ്കുവെച്ചപ്പോൾ അവൾ എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു, പ്രാർത്ഥിച്ചാൽ, ദൈവത്തിന്റെ വചനം ധ്യാനിച്ചാൽ, കർത്താവിനെ സ്നേഹിച്ചാൽ പിന്നെ ഈ സുഖങ്ങളൊന്നും എനിക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല. ജീവിതം ഒന്നേയുള്ളൂ, അത് നന്നായി എനിക്ക് ആസ്വദിക്കണം. ദൈവവചനത്തിന്റെ മർമ്മങ്ങൾ ഗ്രഹിക്കാൻ കഴിയാത്ത വിധം അവളുടെ ഹൃദയം അടഞ്ഞുപോയി. തന്റെ പൊന്നുമകളെ നോക്കി ആ പാവപ്പെട്ട അമ്മ വിതുമ്പി വിതുമ്പി കരയുകയാണ്. യാതൊരു കൂസലുമില്ലാതെ ഈ പെൺകുട്ടി കല്ലുപോലെ അവിടെ നിൽക്കുക. ഇതൊരു പെൺകുട്ടിയുടെ മാത്രം അനുഭവമല്ല. ഇന്ന് അനേകം ആത്മാക്കളെ ഇതുപോലെ പിശാച് ബന്ധിച്ചിട്ടിരിക്കുകയാണ്. കർത്താവ് ആഗ്രഹിക്കുന്ന നന്മയിൽ വളരാൻ കഴിയാതെ, പ്രാർത്ഥിക്കാൻ കഴിയാതെ, കൗദാശിക ജീവിതമില്ലാതെ, ദൈവവചനവുമായി യാതൊരു ബന്ധവുമില്ലാതെ ലൗകികരായി ജഡീകരായി ജീവിക്കുന്ന അനേകം ജീവിതങ്ങൾ നമുക്കറിയാം. സോളമൻ വളരെ ജ്ഞാനിയായ ഒരു വ്യക്തിയായിരുന്നു. ദൈവത്തിന്റെ അഭിഷേകം സോളമന്റെ മേലുണ്ടായിരുന്നു. ഇസ്രായേലിന്റെ രാജാവായി ദൈവം സോളമനെ തെരഞ്ഞെടുത്തു. ദൈവം അവന് അളവറ്റ ജ്ഞാനം കൊടുത്തു, ധാരാളം ധനം കൊടുത്തു. അവന്റെ പ്രശസ്തി ലോകമെങ്ങും വ്യാപിച്ചു. അത്രമാത്രം ജ്ഞാനിയായിരുന്നു സോളമൻ. എന്നാൽ ഈ സോളമന്റെ അന്ത്യനാളുകളിൽ അവന് വലിയ വീഴ്ച സംഭവിക്കുകയാണ്. ദൈവത്തിന്റെ പ്രിയപുത്രനായി ജീവിച്ച സോളമൻ, ദൈവവചനത്തിൽ ആനന്ദം കണ്ടെത്തിയ സോളമൻ, തന്റെ ജീവിതത്തിന്റെ ഒരു പ്രത്യേകമായ നിമിഷത്തിൽ അവൻ കർത്താവിനെ വിട്ടുകളഞ്ഞു. അവൻ പല സ്ത്രീകളുമായി വഴിവിട്ട ബന്ധങ്ങളിലേക്ക് പോയി. ഇതിനെക്കുറിച്ച് കർത്താവിന്റെ വചനം എന്താണ് നമ്മോട് പറയുന്നത്? പ്രഭാഷകന്റെ പുസ്തകം 47 അധ്യായം 17 മുതൽ 19 വരെയുള്ള തിരുവാക്യങ്ങൾ. സോളമ, നിന്റെ കീർത്തനങ്ങളും സുഭാഷിതങ്ങളും ഉപമകളും പ്രത്യുത്തരങ്ങളും ജനതകളെ വിസ്മയാധീനരാക്കി. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ തകരം പോലെ സ്വർണവും ഈയം പോലെ വെള്ളിയും നീ ശേഖരിച്ചു. എന്നാൽ നീ സ്ത്രീകൾക്ക് അധീനനായി അഭിലാഷങ്ങൾ നിന്നെ കീഴ്പ്പെടുത്തി. നിന്റെ സൽകീർത്തിക്ക് നീ തന്നെ കളങ്കം വരുത്തി. നിന്റെ സന്താന പരമ്പരയെ മലിനമാക്കി, അവരെ ക്രോധത്തിന് ഇരയാക്കി. നിന്റെ ഭോഷത്വം അവർക്ക് ദുഃഖ കാരണമായി. അങ്ങനെ രാജ്യം വിഭജിക്കപ്പെട്ടു. ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? സോളമനെ കുറിച്ചുള്ള മനോഹരമായ വിവരണങ്ങളാണ്. സോളമന്റെ ജ്ഞാനത്തെക്കുറിച്ച് ദൈവത്തിന്റെ തിരുവെഴുത്ത് പറയ, സോളമ, നീ തകരം പോലെ സ്വർണവും ഈയം പോലെ വെള്ളിയും ശേഖരിച്ചു. നിനക്ക് ധാരാളം സമ്പത്തുണ്ടായി. എന്നാൽ നിനക്ക് എവിടെ അപകടം സംഭവിച്ചത്? നീ സ്ത്രീകൾക്ക് അധീനനായി. അവിടെയാണ് പിശാച് സോളമനെ കയറി പിടിച്ചത്. വഴിവിട്ട ബന്ധങ്ങളിലേക്ക് അവൻ പോവുകയാണ്. ഇത്രത്തോളം എന്നെ കരുതിയ, ഇത്രത്തോളം എന്നെ ഉയർത്തിയ, ഇത്രത്തോളം എന്നെ പരിപാലിച്ച കർത്താവിനെ വിട്ടുകളഞ്ഞ് അവൻ ജഡീകമായ സുഖങ്ങൾക്ക് വേണ്ടി സ്ത്രീകൾക്ക് അധീനനായി. അഭിലാഷങ്ങൾ നിന്നെ കീഴ്പ്പെടുത്തി. നമ്മുടെ വികാരങ്ങളും വിചാരങ്ങളെല്ലാം പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടണം. അഭിലാഷങ്ങൾ നിന്നെ കീഴ്പ്പെടുത്തി. നിന്റെ സൽകീർത്തിക്ക് നീ കളങ്കം വരുത്തി. സന്താന പരമ്പരയെ, നിന്റെ തലമുറയെ നീ മലിനമാക്കി. ഞാൻ വളരെ സങ്കടത്തോടെയാണ് ഈ വചനം വായിച്ചത്. സന്താന പരമ്പരകളെ സോളമൻ മലിനപ്പെടുത്തി. അവർ ക്രോധം അനുഭവിക്കാൻ അവന്റെ ഭോഷത്വം വഴി ഇടയായി. അവന്റെ രാജ്യം വിഭജിക്കപ്പെട്ടു. അവന്റെ അപ്പനായ ദാവീദിനെ ഓർത്ത് സോളമന്റെ കാലത്ത് ദൈവം അത് ചെയ്തില്ല. സോളമന് ശേഷം
രാജ്യം വിഭജിക്കപ്പെടുകയാണ്. എന്താ അതിന്റെ പിന്നിൽ? വഴിവിട്ട ബന്ധങ്ങൾ. എന്തുമാത്രം അനുഗ്രഹങ്ങളെയാണ് സോളമൻ തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞത്. പ്രിയ സഹോദര സഹോദരി, ഇത് സോളമന്റെ മാത്രം അനുഭവമല്ല. ഇന്ന് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒഴുകപ്പെടുന്ന അനേകം അനുഗ്രഹങ്ങളെ പലപ്പോഴും ഇന്ന് തട്ടിത്തെറിപ്പിക്കുകയാണ്. ഏതുമൂലം? ദൈവത്തിന് ഹിതകരമല്ലാത്ത ചില ബന്ധങ്ങൾ മൂലം. നമ്മളൊരു സത്യം മനസ്സിലാക്കണം. 6-ാം പ്രമാണത്തിന്റെ ലംഘനം, ദൈവഹിതത്തിന് വിരുദ്ധമായ ബന്ധങ്ങള്, തെറ്റായ ബന്ധങ്ങള്, വഴിവിട്ട ബന്ധങ്ങള്, അത് നമ്മെ മാത്രമല്ല, അത് തലമുറകളെ സ്വാധീനിക്കുന്നു. അത് സന്താന പരമ്പരകളെ മലിനപ്പെടുത്തുന്നു. അശുദ്ധിയുടെ കറകള്, വഴിവിട്ട ബന്ധത്തിന്റെ സ്വാധീനങ്ങള് എന്റെ ജീവിതത്തിൽ വീണിട്ടുണ്ടോ? ഈ തപസ് കാലത്ത് നമ്മൾ വലിയ ആഴ്ചകളിലേക്കൊക്കെ പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ്. ഹൃദയനുറുക്കത്തോടെ പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കണം. കർത്താവേ, ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. എന്റെ കുടുംബ ജീവിതത്തിൽ ഞാൻ വിശ്വസ്തനായി ജീവിക്കാൻ, എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, എന്റെ സമർപ്പിത ജീവിതത്തിൽ, എന്റെ കൂട്ടായ്മയിൽ വിശുദ്ധിയോടെ വിശ്വസ്തയോടെ ജീവിക്കാൻ കർത്താവേ എന്നെ അഭിഷേകം ചെയ്യണമേ. പ്രിയ സഹോദര സഹോദരി, കർത്താവ് ആഗ്രഹിക്കാത്ത ബന്ധങ്ങൾ ഇന്ന് ഞാൻ വെച്ചു പുലർത്തുന്നുണ്ടോ? എന്റെ ഭാര്യ അറിയാത്ത ചില ബന്ധങ്ങള്, ചില വേഴ്ചകള്, ചില കൂട്ടുകെട്ടുകള്, എന്റെ ഭർത്താവ് അറിയാത്ത ചില ബന്ധങ്ങള്, എന്റെ അപ്പനും അമ്മയും അറിയാത്ത ബന്ധങ്ങള്, എന്റെ മക്കൾ അറിയാത്ത ചില രഹസ്യവേഴ്ചകള് എന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇത് അനുദപിക്കുവാനും ആ പാപത്തെ പൂർണ്ണമായി വിട്ടുകളഞ്ഞ് കർത്താവിലേക്ക് തിരിച്ചു വരുവാനുമുള്ള സമയമാണ്. റോമാക്കാർക്ക് ഇത് ലേഖനം 12-ാം അധ്യായം 1-ാമത്തെ തിരുവാക്യം. ദൈവത്തിന്റെ കാരുണ്യം അനുസ്മരിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരം കർത്താവിന് വിശുദ്ധമാകണം. നമ്മുടെ ബന്ധങ്ങൾ കർത്താവിന് വിശുദ്ധമാകണം. നമ്മുടെ ഓരോ ചെയ്തിയും കർത്താവിന് വിശുദ്ധമാകണം. നമ്മുടെ കൂട്ടുകെട്ടുകൾ കർത്താവിന് വിശുദ്ധമാകണം. നമ്മുടെ മൊബൈൽ ഫോൺ കർത്താവിന് വിശുദ്ധമാകണം. നമ്മുടെ ഇന്റർനെറ്റ് കർത്താവിന് വിശുദ്ധമാകണം. നമ്മുടെ ഫേസ്ബുക്ക് കർത്താവിന് വിശുദ്ധമാകണം. നമ്മുടെ വാട്സപ്പ് കർത്താവിന് വിശുദ്ധമാകണം. ഫേസ്ബുക്കും വാട്സപ്പും ഇന്റർനെറ്റും മൊബൈൽ ഫോണൊക്കെ വളരെ നല്ലതാണ്. എന്നാൽ അത് പാപം ചെയ്യാനുള്ളതല്ല, അത് വഴിവിട്ട ബന്ധങ്ങൾക്കുള്ളതല്ല. ഇന്ന് ഇതിലൂടെയൊക്കെയാണ് പിശാച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനോട് നോ പറയാനുള്ള തന്റെ ഇടമാണ് ഈ കാലഘട്ടത്തിലെ ദൈവജനത്തിനുണ്ടായിരിക്കേണ്ടത്. എന്തുമാത്രം കുഞ്ഞുങ്ങളാണ്, എന്തുമാത്രം ടീനേജേഴ്സ് ആണ്, എന്തുമാത്രം യുവജനങ്ങളാണ്, എന്തുമാത്രം ദമ്പതികള്, വിവാഹം കഴിഞ്ഞ ഭർത്താവും ഭാര്യയും മക്കളൊക്കെയുള്ള എത്രയോ ദമ്പതികള് ഇന്ന് വഴിതെറ്റിപ്പോകുന്നു. എത്രയെത്ര കുടുംബങ്ങളെ പിശാച് ഛിന്ന ഭിന്നമാക്കുന്നു ഇത്തരത്തിലുള്ള ചില തെറ്റായ ബന്ധങ്ങളിലൂടെ. ഇത് നമുക്കുള്ളൊരു മുന്നറിയിപ്പാണ് പ്രിയപ്പെട്ടവരെ. ഈ തപസ് കാലത്ത് നമ്മൾ ഹൃദയനിറുക്കത്തോടെ പ്രാർത്ഥിക്കുക. നമ്മൾ ഇന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ചില കാര്യങ്ങള് നമ്മുടെ മനസ്സാക്ഷിയെ പോലും കരിച്ചു കളയുന്ന വിധത്തിൽ, നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള പല കാര്യങ്ങളാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും അവിചാരിതമല്ല, ഇതെല്ലാം കാലത്തിന് അടയാളങ്ങളാണ്. എന്നാൽ കർത്താവ് നമുക്ക് തരുന്ന മുന്നറിയിപ്പുകൾ മനസ്സിലാക്കി നാം നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുവാൻ, നമ്മുടെ ബന്ധങ്ങളെ പവിത്രീകരിക്കുവാൻ, കർത്താവിന്റെ ഹിതത്തിന് വിരുദ്ധമായ സകല ബന്ധങ്ങളെയും വിട്ടുകളയുവാനുള്ള ഒരു തീരുമാനം നമുക്കുണ്ടാകണം. ഇല്ലെങ്കിൽ അത് നിന്റെ നിത്യതയെ അപകടത്തിലാക്കുമെന്നുള്ള സത്യം നമ്മൾ ആരും മറന്നു പോകരുത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതിനുള്ള ബന്ധത്തിൽ 100 അനുഭവങ്ങൾ നമുക്കൊക്കെ പറയാനുണ്ടായിരിക്കും. എങ്കിലും ഈ വചനങ്ങളിലൂടെ കർത്താവ് നൽകിയ ദൂത് നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. ഒരു നിമിഷം നിങ്ങൾ ആയിരിക്കുന്നിടത്ത് ഒന്ന് മുട്ടുകുത്തുക. എല്ലാവരും ഒന്ന് മുട്ടുകുത്തി ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിക്കുക. കർത്താവിന്റെ അഭിഷേകം ഈ മേഖലകളിലേക്ക് കടന്നു വരാൻ വേണ്ടി പ്രാർത്ഥിക്കും. മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. ഒരുപാട് മാതാപിതാക്കൾ ഹൃദയം തകർന്ന് പറയാറുണ്ട്, ഞങ്ങളുടെ മകന് വേണ്ടി പ്രാർത്ഥിക്കണം, അവനൊരു തെറ്റായ ബന്ധത്തിൽപ്പെട്ടിരിക്കുക. ഞങ്ങളുടെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവൾ ഞങ്ങളെ അനുസരിക്കുന്നില്ല, അവൾ വഴിവിട്ട ബന്ധത്തിലാണ്. പ്ലീസ് ഞങ്ങളുടെ മകന് വേണ്ടി, മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇപ്രകാരം ഹൃദയം പൊട്ടി നിലവിളിക്കുന്ന അനേക മാതാപിതാക്കളെ എന്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഈ ശുശ്രൂഷയിൽ ഇപ്രകാരം വേദനിക്കുന്ന അനേകം പേരൻസ് പങ്കെടുക്കുന്നുണ്ട്.
ഇത് കൃപയുടെ സമയമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഭാര്യ ഭർത്താക്കന്മാരെ, നിങ്ങൾ ഹൃദയവിശുദ്ധിയോടെ പ്രാർത്ഥിക്കുക. ദൈവം ദാനമായി നൽകിയ ജീവിത പങ്കാളിക്ക് വേണ്ടി വിശ്വാസത്തോടെ നിലവിളിച്ച് പ്രാർത്ഥിക്കുക. മക്കളെ, നിങ്ങൾ അപ്പയ്ക്ക് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾ പരസ്പരം പ്രാർത്ഥിക്കുക. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, നമ്മുടെ സമർപ്പിത സമൂഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ കൂട്ടായ്മകൾക്ക് വേണ്ടി, നമ്മുടെ ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവജനത്തെ വിശുദ്ധീകരിക്കുന്ന സ്വർഗീയ അഗ്നിയായി സഭ മുഴുവനിലും പരിശുദ്ധാത്മാവ് കത്തിപ്പടരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ. വഴിവിട്ട ബന്ധത്തിന്റെ കെട്ടുകളെ പൊട്ടിക്കണമേ. പൈശാചികാധിപത്യങ്ങളെ തകർക്കണമേ. ഞങ്ങളെ നിത്യജീവൻ അപകടപ്പെടുത്തുന്ന എല്ലാ ബന്ധങ്ങളെയും വിട്ടൊഴിയുവാനുള്ള തീരുമാനം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കരം നീട്ടണമേ. അങ്ങയുടെ കരബലത്താൽ എല്ലാ പാപശക്തികളും തിന്മയുടെ ശക്തികളും നിർവീര്യമാകട്ടെ. ബ്ലെസ്, ബ്ലെസ് യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. കർത്താവ് നൽകിയ ഈ അഭിഷേകം സ്വീകരിച്ച് വിശ്വാസത്തോടും വിശുദ്ധിയോടും ഏറെ വിശ്വസ്തയോടെയും നമുക്ക് ജീവിക്കാം. ഈ ലോക ജീവിതത്തിൽ നമ്മുടെ ജീവിതം കർത്താവിനും തിരുസഭയ്ക്കും പ്രോഫിറ്റബിൾ ആയി മാറട്ടെ. വ്യക്തിപരമായ നമ്മുടെ നിയോഗത്തെയും നമ്മുടെ കുടുംബത്തിലെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. എൻ ജീവനേക്കാളും നീ വലിയതാണെനിക്ക്. പരമപരിശുദ്ധനായ കർത്താവേ, ഞങ്ങളെ മധ്യ കടന്നു വന്ന സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മ നമ്മളെ പഠിപ്പിച്ചു അനുഗ്രഹത്തിനുള്ള തടസ്സങ്ങളെ കുറിച്ച്. ഹൃദയം നുരുകി നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുക. പാപരോഗ ശാപബന്ധനത്തിന് അടിസ്ഥാനങ്ങളെ തകർക്കുവാൻ, മാറാ രോഗികളെ സുഖപ്പെടുത്തുവാൻ, വിവിധങ്ങളായ ആവശ്യങ്ങളെ അനുഗ്രഹിക്കുവാൻ, നമ്മുടെ തലമുറകളെ വിശുദ്ധീകരിക്കുവാൻ, ദൈവമഹത്വമായി നമ്മുടെ മധ്യ വസിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് നമ്മൾ ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ജീവിക്കുന്ന കർത്താവിനെ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രിയ സഹോദര സഹോദരി, ഇത് അനുഗ്രഹത്തിന്റെ സമയമാണ്. ഇത് സൗഖ്യത്തിന്റെ സമയമാണ്. യേശു നമ്മെ വിടുവിക്കുന്ന, സ്വതന്ത്രമാക്കുന്ന അഭിഷേകത്തിന്റെ മണിക്കൂറുകളാണ്. വലിയ വിശ്വാസത്തോടെ നമ്മൾ ഒരുമിച്ച് യേശുവിനെ വിളിക്കുന്നു. യേശുവേ, യേശുവേ വാഴണമേ, ഇനി ഞാനല്ല എന്നിനിയല്ലോ. യേശുവേ വാഴണമേ, ഇനി ഞാനല്ല എന്നിനിയല്ലോ. രാജാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ നമ്മെ അനുഗ്രഹിക്കുന്ന സമയം. ഈ അനുഗ്രഹത്തിന് നന്മകൾ സ്വീകരിച്ചുകൊണ്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യമേ, കരങ്ങൾ ഉയർത്തി ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെല്ലാ നിയോഗങ്ങളെയും അനുഗ്രഹിക്കണമേ. അനുഗ്രഹത്തിന്റെ അഭിഷേകം ജനലക്ഷങ്ങളിലേക്ക് നിറഞ്ഞൊഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി കർത്താവേ, ഞങ്ങൾ അനുഗ്രഹിച്ച സ്നേഹത്തിനായി, ഞങ്ങളെ സുഖപ്പെടുത്തിയ സ്നേഹത്തിനായി, ഞങ്ങളെ വിശുദ്ധീകരിച്ച സ്നേഹത്തിനായി നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത ആഴ്ചയിൽ ദൈവ വചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് അനുഗ്രഹത്തിനുള്ള തടസ്സങ്ങളെ കുറിച്ചാണ്. പ്രാർത്ഥിച്ചൊരുങ്ങി ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് എല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വ